എറണാകുളത്തെ സംഭവത്തിൽ, ഹിജാബ് സംഭവത്തിൽ ആവർത്തിച്ച് വീണ്ടും ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആ സംഭവത്തെ ന്യായീകരിക്കുകയാണ്. പൊതു വിദ്യാലയത്തിൽ അത്തരത്തിലുള്ളൊരു ഒരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ അടയാളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അല്ല, കേരള സംസ്ഥാനം മതനിരപേക്ഷതയ്ക്കും മത സൗഹാർദ്ദത്തിനും കീർത്തിപ്പെട്ട സംസ്ഥാനമാണ്. അപ്പോൾ അത്തരമൊരു സംസ്ഥാനത്ത് ആളുകൾക്ക് ഇടയിൽ മതത്തെ മുൻനിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കാനും വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽപ്പെട്ടവർക്കിടയിൽ സ്പർദ്ധ രൂപപ്പെടാനും ഒക്കെ ഇടയാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. അതുതന്നെ പരസ്പരം ചർച്ച ചെയ്ത് ഇതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് സ്ഥാപിക്കുന്നതിനല്ല നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. കേരളത്തിൻ്റെ ഈ സൽപ്പേര്, മതസൗഹാർദ്ദത്തിൻ്റെ മതനിരപേക്ഷതയുടെ നാടെന്നുള്ള സൽപ്പേര്, അത് സംരക്ഷിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണം. അതിൽ സ്കൂൾ അധികൃതർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, വിശേഷിച്ച് അവരുടെ രക്ഷിതാക്കൾക്ക് ഒരു പങ്കുണ്ട്. ആ നിലയിലാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ സൈന്യത്തിലെല്ലാം ചേരുന്ന സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം അനുവദിക്കുന്നുണ്ട്. അതുപോലെ പഠിക്കാൻ വരുന്നവർക്കും അവരുടെ മതാചാരങ്ങൾ പാലിക്കാൻ കഴിയണം. എന്നാൽ സ്കൂളിൽ യൂണിഫോം സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ആ യൂണിഫോം സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെ അംഗീകരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇതിനകത്തൊരു പൊതു മാനദണ്ഡം ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോരുത്തരും അഭിപ്രായം പറയുന്നതും പ്രതികരിക്കുന്നതും നിലപാടെടുക്കുന്നതുമെല്ലാം സമൂഹത്തിലൊരു അനുരഞ്ജനമുണ്ടാക്കാനാണ്, ഒരു സഹകരണ ബോധമുണ്ടാക്കാനാണ്. എല്ലാ പാഠപുസ്തകത്തിലും നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നമ്മളെല്ലാം പഠിക്കുമ്പോൾ വെച്ചിട്ടുണ്ടല്ലോ. അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സമീപനം ഉണ്ടാവണം. അതിൽ വാശികൾ ഓരോ ഭാഗത്തുള്ളവരും പഠിക്കണം.